നിങ്ങൾ ദിവസവും കുടിക്കുന്ന ഒരു കപ്പ് ചായ, അതിൻ്റെ നിറം മാറുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിറം മാറുന്നു, രുചി മാറുന്നു, പാൽ ചേർത്താൽ കെമിസ്ട്രി മാറുന്നു, നാരങ്ങ ചേർത്താൽ സ്ട്രക്ചർ മാറുന്നു. ഇന്ന് നമ്മൾ ടീയുടെ പിന്നിലെ പ്യുവർ സയൻസ് ആണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നമുക്കറിയാം, ടീ ഉണ്ടാക്കുന്നത് കമേലിയ സൈനസിസ് എന്ന വിഭാഗത്തിൽപ്പെട്ട സസ്യങ്ങളിൽ നിന്നാണ്. ടീ ലീവ്സിൽ പ്രധാനമായിട്ടുള്ള കെമിക്കൽസ് പോളിഫീനോൾസ് ആയിട്ടുള്ള കാറ്റക്കിൻ, തിയോഫ്ലാവിൻ, തിയാറുബിച്ചിൻ എന്നിവ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ കഫീൻസ്, അമിനോ ആസിഡ്സ്, ആരോമാറ്റിക് ഓയിൽസ് എന്നിവയും അടങ്ങിയിട്ടുണ്ട്. ഇവയാണ് നിറത്തിനും രുചിക്കും ബ്രെയിൻ ഇഫക്റ്റിനും കാരണം. ചൂടുവെള്ളം ചേർക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? വാട്ടർ മോളിക്യൂൾ ഇവിടെ ആക്റ്റീവ് ആകുകയും പോളിഫീനോൾസ് ഡിസോൾവ് ചെയ്യുകയും ചെയ്യുന്നു. ഇതാണ് എക്സ്ട്രാക്ഷൻ പ്രോസസ്സ്. ആദ്യം 30 സെക്കൻഡിൽ ലൈറ്റ് ബ്രൗൺ കളറായിരിക്കും ഉണ്ടാകുന്നത്. കളർ ഡീപ്പ് കളറായിട്ട് ചേഞ്ച് ചെയ്യും. പാൽ ചേർത്താൽ എന്തുകൊണ്ടാണ് നിറം മാറുന്നത്? പാലിലുള്ള പ്രധാന പ്രോട്ടീൻ കെസീനും ടാനിനും കൂടി ചേർന്ന് പ്രോട്ടീൻ പോളിഫീനോൾസ് കോംപ്ലക്സ് രൂപപ്പെടും. ഇവിടെ ലൈറ്റ് സ്കാറ്ററിംഗ് ഇൻക്രീസ് ചെയ്യുകയും ഡാർക്ക് ബ്രൗൺ ക്രീമി കളറിലോട്ട് ചേഞ്ച് ചെയ്യപ്പെടുകയും ചെയ്യും. ചായ അങ്ങനെ ഒപ്പാക്കായി മാറുന്നു. ഇതൊരു കൊളോയിഡൽ കെമിസ്ട്രി റിയാക്ഷൻ ആണ്. ഇനി നാരങ്ങ ചേർത്താൽ എന്താണ് സംഭവിക്കുന്നത്? നാരങ്ങയിൽ സിട്രിക് ആസിഡ് ഉണ്ട്. pH ഡിക്രീസ് ചെയ്യപ്പെടുകയും അസിഡിക് കണ്ടീഷനിൽ പോളിഫീനോൾ സ്ട്രക്ചർ സ്ലൈറ്റ് ചേഞ്ച് ചെയ്യും. ഇത് pH ഡിപെൻഡന്റ് കളർ കെമിസ്ട്രി ആണ്. എന്തുകൊണ്ട് ഓവർ ബോയിൽഡ് ടീ കയ്പായിട്ട് അനുഭവപ്പെടുന്നു? മോർ ടൈംസ് നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മോർ ടാനിൻസ് ഉണ്ടാകുകയും മോർ കഫീൻസ് എക്സ്ട്രാക്ട് ചെയ്യപ്പെടുകയും ചെയ്യും. ഇനി ടീ ആൻഡ് ബ്രെയിൻ കെമിസ്ട്രി നോക്കാം. കഫീൻസ് ആണ് ഇതിലെ സ്റ്റിമുലന്റ് ആയിട്ടുള്ള ആക്റ്റീവ് ആയിട്ടുള്ള കോമ്പണന്റ്. ഇത് അഡിനോസിൻ റിസപ്റ്റേഴ്സ് ബ്ലോക്ക് ചെയ്യുകയും സ്ലീപ്പ് സിഗ്നൽസ് കുറയുകയും അലേർട്ട്നെസ് ഇൻക്രീസ് ചെയ്യപ്പെടുകയും ചെയ്യും. അപ്പോൾ ഒരു കപ്പ് ചായ കുടിക്കുമ്പോൾ ഓർക്കുക, ഇവിടെ എക്സ്ട്രാക്ഷൻസ് കെമിസ്ട്രി, ഓക്സിഡേഷൻ റിയാക്ഷൻ, പ്രോട്ടീൻ ഇൻട്രാക്ഷൻസ്, pH കെമിസ്ട്രി, ന്യൂറോ കെമിസ്ട്രി, കൊളോയിഡൽ കെമിസ്ട്രി ഇവയെല്ലാം നടക്കുന്നുണ്ട്.